ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ റെസിപ്പി വന്നിട്ടുള്ളത് ഒരു ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ്. ഈസിയാന്ന് ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തന്നെ ചെറിയ ചേരുവകൾ, കുറച്ച് വീട്ടിലുള്ള ചെറിയ ചേരുവകൾ യൂസ് ചെയ്തിട്ടാണ് ഈ കടി ഉണ്ടാക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫീലിംഗ് നല്ല സ്പൈസിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ റെസിപ്പി കാണുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു ഉള്ളിയും ഒക്കെ എടുത്തിട്ടാണ് ഒന്ന് വഴറ്റി കൊടുക്കുക സോഫ്റ്റ് ആകുന്നവരെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളറ് മാറേ വേണ്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ലോണം ഇളക്കി കൊടുക്കാം. എല്ലാം നല്ല മിക്സായി വരുമ്പോൾ വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നത് ക്യാരറ്റ്, ബീൻസും, ക്യാപ്സിക്കം, പിന്നെ കോണുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് കുറച്ച് ക്രഞ്ചി, സോഫ്റ്റ് ആകേണ്ട പച്ചക്കറിയൊക്കെ കുറച്ച് ക്രഞ്ചി ആയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ മസാലയായിട്ട് ആഡ് ചെയ്യുന്നത് വെറും റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ ഉപ്പും കൂടിയാണ്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. നല്ലോണം മിക്സാക്കി കൊടുക്കുക. ജസ്റ്റ് ക്യാരറ്റൊക്കെ ജസ്റ്റ് കുറച്ച് നല്ല വേവ് വേണ്ട, ജസ്റ്റ് കടിക്കുന്ന ഒരു പാകമാകുമ്പോഴേക്ക് തന്നെ നമ്മളെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സോയാ സോസ് ഒരു ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കെച്ചപ്പും ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഓരോ ടീസ്പൂൺ വീതം മാത്രമേ ഞാൻ ഇത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ട് മാത്രം ലാസ്റ്റിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്താലും മതി. ഇതെല്ലാം സോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ല ഒരു മണവും നല്ലൊരു ടേസ്റ്റും വരും. പിന്നെ ചിക്കൻ ഇവിടെ ഞാൻ 2 കപ്പോളം ചിക്കൻ ഫ്രൈഡ് ആക്കിയിട്ട് എടുത്തിട്ടാണുള്ളത്. അത് ജസ്റ്റ് ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, അത് ഞാൻ ഉപ്പും റെഡ് ചില്ലി പൊടിയും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇതിൽ ആദ്യം അത് വേവിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ ചിക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ചേരി പീസ് കറിക്ക് എടുക്കുന്നില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള പാലും ഉപ്പും ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒരു ഫോർക്ക് വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ഒരു കപ്പിൻ്റെ അത്ര മൈദയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഈ കാണുന്ന പോലെ തന്നെ ചെയ്യണം. നല്ലൊരു സോഫ്റ്റായിട്ടുള്ള ഡഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് അതൊന്ന് മിക്സായി കഴിഞ്ഞാലാണ് 2ാമത്തെ കപ്പ് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡഫ് നല്ലോണം മിക്സായി കിട്ടും. പിന്നെ നിങ്ങൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നതാണെങ്കിലും കൂടി ഇതുപോലെ തന്നെ ഈ മെത്തേഡിൽ ചെയ്താൽ മതി. എന്നാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബണ്ണ് പോലെ കിട്ടുന്ന ഒരു രൂപത്തിലായിട്ട് വരും. നമ്മളിപ്പോൾ ചിക്കൻ ബൺസാണല്ലോ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ളതാണ് ഇത് ഡഫാണ് കിട്ടേണ്ടത്. എന്നിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോൾ അത് പൊങ്ങാൻ വെക്കുമ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ട് റൈസ് പൊങ്ങാൻ വെക്കാം. അപ്പോൾ ഇത് നല്ല റൈസായിട്ട് വരുമ്പം സോഫ്റ്റായിട്ടുള്ള ഡഫാണ് കിട്ടുക. ഇതിപ്പം കറക്റ്റ് അളവാണ്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഡഫ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി എടുത്തിട്ട് ഉരുളകളാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം അതൊന്ന് ഇനിയും പൊങ്ങാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോ ബോൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് ബോളാക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അന്നേരം ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കുക. നമ്മൾ ഈ ചപ്പാത്തി കോലോ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ റോളർ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മസാലയും ചീസും കൂടി ആഡ് ചെയ്യുക. ഇതിപ്പോൾ നല്ലോണം മസാല ഇട്ട് കൊടുക്കണം. നിങ്ങൾ കുറച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്നാക്കിൻ്റെ ഒരു ടേസ്റ്റ് അത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ലോണം മസാല ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നല്ലോണം എല്ലാ ഭാഗത്തും നല്ലോണം ക്ലോസ് ചെയ്യുക. ഇത് അഥവാ നേർക്ക് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്നാക്ക് ഒരു ഷാലോ ഫ്രൈ ചെയ്യുമ്പം തന്നെ പൊട്ടും. അപ്പോൾ അത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലോണം തന്നെ സീൽ ചെയ്യണം. ഈ കാണുന്ന പോലെ തന്നെ അടിഭാഗം നല്ല സീൽ ചെയ്തിട്ട് ആ മിക്സ് നല്ലോണം ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യാനാവുമ്പം ഇത് കുറച്ചും കൂടി പൊങ്ങി വരും. അപ്പോൾ ആ സമയം മതി. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുക, ഏതെങ്കിലും ഭാഗം
സീൽ ചെയ്യാത്തുണ്ടോ എന്നുണ്ടെങ്കിൽ അത് നല്ലോണം സീൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈദ മിക്സ്, മൈദയും വെള്ളം കൂടി ചേർത്തിട്ടുള്ള ഒരു മിക്സ് ആക്കിയിട്ട് എന്നിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്ത് വെക്കാം. ഈ 2 കോട്ടിങ്ങാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 കോട്ടിങ്ങും ചെയ്തിട്ട് അവിടെ എടുത്ത് വെക്കാം. എന്നിട്ട് ഇതെല്ലാം ആകുമ്പോഴേക്കന്നെ ഇനിയും നമ്മൾ ഈ ഡഫ് ഉണ്ടല്ലോ ഇനിയും പൊങ്ങി വരും. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇത് കുറച്ച് സമയമെടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ബന്ന് പോലെ ഉള്ളിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് പൊരിക്കാനിടാവും. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ പൊരിക്കുക, അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് വരില്ല, ഒരു പശ പോലെ ഉണ്ടാവും. ബന്നല്ലേ, അപ്പോൾ നമ്മളെ മസാല ഉള്ളിൽ ഉണ്ടാവും. എന്നാലും ആ ബന്ന് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മെല്ലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പം തന്നെ നമ്മൾ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ലൈറ്റ് ബ്രൗൺ ആവുന്ന നന്ന കരിയാനും പാടില്ല, കാരണം ഇത് പുറമേ ഇത് ഈ പറഞ്ഞ പോലെ ബ്രെഡ് ക്രംസ് ആണ്. അപ്പം അത് വേഗം ഡാർക്ക് കളറാവും. ഇപ്പോൾ എൻ്റെ ഒരു ബന്നി ഇങ്ങനെ ഇത് കണ്ടിട്ടില്ലേ, കുറച്ചൊന്ന് വിടർന്ന് വന്നിട്ടുണ്ട്. അത് നല്ലോണം സീൽ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം സീൽ ചെയ്തിട്ട് വേണം ഇത് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് സ്നാക്ക്. പിന്നെ ചീസും നല്ല ചീസി സ്നാക്കാണ്. ചീസ് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അധികം ഡീപ് ഫ്രൈ അല്ല, സ്ലോ ഫ്രൈ ആയിട്ട്, ഷാലോ ഫ്രൈ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സ്നാക്കാണ്. ഇഫ്താറിന് വേണ്ടിയിട്ടും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇതുണ്ടാക്കുക. നല്ല ഫില്ലിംഗ് ആയിട്ട് നുറക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നല്ല എരിവിൽ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.